കോക്രോച്ച് ജനതാ പാർട്ടി പാർട്ടിക്കെതിരെ കേന്ദ്ര ഭരണകക്ഷി സംയുക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ബാഹ്യശക്തികളുടെ പ്രേരണയോടെ ഇന്ത്യയിൽ അട്ടിമറി നടത്താനുള്ള ശ്രമമാണ് ഈ പാർട്ടിക്ക് പിന്നിൽ നിന്നാണ് BJP നേതാക്കൾ ഇപ്പോൾ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നത്. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ശക്തി ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് ഈ അക്കൗണ്ടുകളെല്ലാം ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് ചുവരെഴുത്ത് വായിക്കുക. ഈ സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ രാജ്യത്തുടനീളം നുരഞ്ഞു പൊന്തുന്ന അസംതൃപ്തിയും രോഷവുമാണ് യഥാർത്ഥത്തിൽ ഈ കോക്രോച്ച് പാർട്ടിയിൽ പ്രതിഫലിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിന് പകരം ദേശീയ സുരക്ഷ പോലുള്ള ചില പല്ലവികൾ ഏറ്റെടുത്ത് ഇതിനെ പ്രതിരോധിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് തീർത്തും അപഹാസ്യമാണ്. തെരുവിൽ യുവാക്കൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ UAPA ചുമത്തി ജയിലിലടയ്ക്കും. ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധിച്ചാൽ അത് ബാഹ്യശക്തികളുടെ പ്രേരണ കൊണ്ട് എന്ന് ഇവർ പറയും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന എല്ലാ മത്സര പരീക്ഷകളും ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവതാളത്തിലാക്കിയത്. അത് മാത്രമല്ല, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യം ഒരു പ്രതിസന്ധിയിലാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അടിവരയിട്ട് പറഞ്ഞു. അപ്പോൾ അതിനെതിരെയൊന്നും പ്രതിഷേധം പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ് പരിഹാസം. പണ്ട് ഫ്രാൻസിൽ പ്രതിസന്ധി അതിരൂക്ഷമായപ്പോൾ ഫ്രാൻസിൻ്റെ രാജ്ഞി മറിയം അന്റോണിറ്റ പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾക്ക് കഴിക്കാൻ ബ്രെഡില്ല, റൊട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേക്ക് കഴിച്ചുകൂടാ എന്ന്. അതുപോലുള്ളൊരു സമീപനമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഭരണകക്ഷിയുടെ വക്താക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തിനേയും ബാഹ്യശക്തികളുടെ ഒരു പ്രേരണ കൊണ്ടുള്ള പ്രതിഷേധമാക്കി മാറ്റി അതിനെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഇന്ത്യയിൽ നുരഞ്ഞു പൊന്തുന്ന അലയടിച്ചുയരുന്ന പ്രതിഷേധത്തെ തകർക്കാൻ കഴിയില്ല, അടിച്ചമർത്താൻ കഴിയില്ല. ഈ പ്രതിഷേധത്തെ അതിൻ്റെതായ രീതിയിൽ സമീപിച്ചുകൊണ്ട് പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ പോലുള്ള മന്ത്രിമാർ രാജിവെച്ച് ഒഴിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.